ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് വെഡ്ഡിങ്ങിനും വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും എൻ്റെ ചാനലിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ 2 ബീറിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സാറ്റിൻ റിബണാണ്. അത് വീതി കൂടിയത് തന്നെ വേണം. എന്നിട്ട് ഇതുപോലെ 2 അറ്റത്തും ഇങ്ങനെ മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെക്കുക. എന്നിട്ട് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുക. വേണമെച്ചാൽ ലൈറ്റർ കൊണ്ട് അതിൻ്റെ അറ്റം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു ഗ്ലൂ എടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടാകെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് സെക്വയർ ആയിട്ടിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാൻ ഗ്ലൂ ഒന്ന് റിബണിൻ്റെ താഴത്തു കൂടി ആക്കുന്നുണ്ട്. അത് നന്നായിട്ട് സെക്വയർ ആയിട്ടിരിക്കാനായിട്ടാണ്. അപ്പോൾ ഒട്ടാകെ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ ചെയ്ത റിബണിൻ്റെ കുറച്ച് മിഡിലായിട്ട് റിബൺ വയ്ക്കുക. എന്നിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ മെഷർമെൻ്റ് എടുക്കുക, കട്ട് ചെയ്യുക, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പിങ്കും ആഷ് കളറുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 5-6 പ്രാവശ്യം പിങ്ക് റിബണിനെ കൊണ്ട് ചെയ്തതിന് ശേഷം ഞാൻ എടുക്കുന്നത് ആഷ് കളറാണ്. അപ്പോൾ ആഷ് കളർ യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗമ്മ് കുറച്ച് ആക്കിയതിന് ശേഷം ഇതുപോലെ വെറുതെ ഒന്ന് റൗണ്ടിൽ ഞാൻ ചുറ്റിയെടുക്കുകയാണ്. സാധാരണ നമ്മൾ ചുറ്റുന്നത് പോലെ തന്നെ ചുറ്റിയെടുക്കുക. ഇതിൻ്റെ മിഡിൽ വെക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ബോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐക്കാർഡ് കൊടുത്തിരിക്കാം. എന്നിട്ട് അതിൻ്റെ മിഡിലായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ടേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് വൈറ്റ് കളർ ഹാഫ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബീഡ് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ പിങ്ക് കളർ വരുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ക്യാപ്പ് ആക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു അടപ്പെടുക്കുക. എന്നിട്ട് പെന്ന് കൊണ്ടൊന്ന് വരക്കുക, കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇതുപോലൊരു അടപ്പാണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ച സാറ്റിൻ റിബൺ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മോശം വശത്ത് ഈ അടപ്പ് വെച്ചിട്ടൊന്ന് പെന്ന് കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിവിടെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കറക്റ്റാണോ നോക്കുക. അതിൻ്റെ മിഡിലിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ സൈഡിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റും സാറ്റിൻ റിബൺ ഒട്ടിച്ചു കൊടുക്കുക. ഇതാ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലത്തെ ഭാഗം അകത്തോട്ടേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്തു വെച്ച കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പേ ഈ കാർഡ്ബോർഡ് പീസ് ഒന്ന് റിബണിൽ കവർ ചെയ്തെടുക്കണം. അപ്പോൾ റിബൺ അത്ര വീതിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ 2 ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിവിടെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിത് ഇതുപോലൊരു ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടാകെ ചെയ്തെടുക്കുക. ഇത് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ത്രെഡ് എടുത്തിട്ട് ഇതിന് ചുറ്റും ഒട്ടിച്ചിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാപ്പ് റെഡിയായി.
ഗ്ലൂ യൂസ് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബോട്ടിൽ റെഡിയായി. അടുത്തത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഫസ്റ്റത്തെ ബോട്ടിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഇതിനകത്തും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തേത് പോലെ തന്നെ സെയിം ആണല്ലോ കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വീണ്ടും വീണ്ടും അത് കാണിക്കാത്തത്. ഇതാ പിന്നെ ഞാൻ ഇതുപോലൊരു നെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മോളുടെ ഫ്രോക്കിൻ്റെ നെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നെറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് നിന്ന് എടുക്കുകയും ചെയ്യുക കേട്ടോ. ഇനി ഒരു നീഡിൽ എടുക്കുക, അതിനകത്ത് ത്രെഡ് ഇട്ടിട്ട് സാധാരണ നമ്മൾ കൈത്തുന്നൽ തുന്നുന്നത് പോലെ തന്നെ ഡ്രസ്സിനൊക്കെ ചെയ്യില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ ഒട്ടാകെ ചെയ്തെടുക്കുക. ഇത് ഞാനിവിടെ ഒട്ടാകെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്ലീറ്റ്സൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. ഇനി ബോട്ടിലിന് ചുറ്റും ഇതൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ 2-3 തവണ കെട്ടിയിടുന്നത് പോലെ തന്നെ കെട്ടിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 2-3 തവണ തന്നെ നീഡിൽ വെച്ചിട്ട് സാധാരണ കുടുക്കിയിട്ട് കൊടുക്കില്ലേ അതുപോലെയും ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി ഇതൊന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലൂ അതിൻ്റെ മുകളിലാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ നെറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇനി വീണ്ടും സാറ്റിൻ റിബൺ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബോട്ടിലിൻ്റെ മെഷർമെൻറ്റിനേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിൽ നീളത്തിൽ എടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ നെറ്റിൽ ചെയ്തില്ലേ അതുപോലെ തന്നെ ഇവിടെയും ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുക. ഇത് ഞാൻ ഇവിടെ തുന്നി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ ഇതൊന്ന് അടുപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഇതിലുള്ള ഫ്രിൽസ് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നീളം കൂട്ടും കുറക്കൊക്കെ ചെയ്യുക കേട്ടോ. ഇനി റിബൺ ബോട്ടിലിന് ചുറ്റും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ കെട്ടിയിടുന്നത് പോലെ തന്നെ 2-3 തവണ കെട്ടിയിട്ട് കൊടുക്കുക. ഞാനിവിടെ ഗ്ലൂ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. കെട്ടിയിട്ടതിന് ശേഷം പ്ലീറ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ സെയിം മെത്തേഡിൽ തന്നെ ഞാനിത് 2 കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ആഷ് കളറും അതിൻ്റെ താഴത്ത് പിങ്കും തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലൊരു ലേസ് എടുത്തിട്ട് ഇതിന് ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഫ്ലവറിനൊക്കെ വെക്കില്ലേ ആ ഒരു ബഡ്സാണിത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മിഡിലായിട്ട് കുറച്ച് മുത്തും വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇതിനൊരു മാലയാക്കാനായിട്ട് ഞാനിതാ വൈറ്റും പിങ്കും ഹാഫ് ബീഡ്സ് തന്നെ സാധാരണ ഒന്ന് മാല കോർക്കുന്നത് പോലെ തന്നെ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സാധാരണ കെട്ടിയിടുന്ന പോലെ തന്നെ കെട്ടിക്കൊടുക്കുക. പിന്നെ ബ്രൈഡിൻ്റെ തലയിൽ ഇങ്ങനെ പുറകിലിങ്ങനെ നെറ്റ് ഇങ്ങനെ ഉണ്ടാവില്ലേ, അപ്പോൾ അതാക്കാനായിട്ട് ഞാനിവിടെ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട്. അതും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് അടുപ്പിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് സാധാരണ കുടുക്കിയിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഒന്ന് കുടുക്കിയിട്ട് കൊടുക്കുക. ഇനി അതിനകത്തോട്ടേക്ക് കുറച്ച് ഗമ്മാക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ പിങ്ക് കളർ ത്രെഡ് തന്നെ വെച്ചിട്ട് ഇതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തൊന്ന് ചുറ്റിക്കൊടുക്കുകയാണ്. 2-3 പ്രാവശ്യം ചുറ്റിക്കൊടുക്കുകയാണ്. ഇത് ഞാനിവിടെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി അത് ത്രെഡ് കട്ട് ചെയ്ത ഭാഗം കാണാതിരിക്കാനായിട്ട് അവിടെ ഒരു ഫ്ലവറും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 2ാമത്തെ ബോട്ടിലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻ്റായിട്ട് പറയാൻ മറന്നു പോവരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.